ഡോക്ടറെ പണ്ട് കാലത്തൊന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരുപാട് രോഗികളെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഡേ ബൈ ഡേ. അപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ രോഗങ്ങൾ കൂടാനുള്ള ഒരു കാരണങ്ങൾ? ലൈഫ് സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് പ്രധാന ഘടകമാവുന്നുണ്ടോ? പണ്ടത്തെ കാലത്ത് നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് ചക്ക, മാങ്ങ, പഴം ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സും ഇവിടെ കിട്ടുന്ന ഇലകളും ചേമ്പ്, ചേന ഇതൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ കഴിച്ചിരുന്നതും. അതുപോലെ നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്ക് ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡും ഒക്കെയാണ് പ്രിയം. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു പ്രവണത രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് വേണ്ട, പക്ഷേ ഡിന്നറിന് കുറച്ച് ഹെവി ആയിട്ട് പ്രത്യേകിച്ച് കുറച്ച് നോൺ വെജ് ഐറ്റംസ് കഴിച്ച് വരുന്നൊരു ശീലമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ളത്. അത് നമ്മുടെ ഒരു ഡൈജഷനെ ശരിക്കും ബാധിക്കും. അതായത് സൂര്യാസ്തമയത്തിന് ശേഷം നമ്മുടെ ഡൈജഷൻ കുറച്ച് സ്ലോ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഹെവി ഫുഡ് കൊടുക്കുന്നത് നമ്മുടെ ലിവറിനൊക്കെ ഒരു ഓവർലോഡാണ്. ഇതിനെ ആ ഒരു ദഹന പ്രക്രിയ പൂർത്തിയാക്കാനായിട്ട് ഓവർലോഡ് വരും. അപ്പോൾ നമ്മുടെ മെറ്റബോളിസം സ്ലോ ആവും. പിന്നെ ആ ഒരു യങ് ഏജിൽ ഒരു ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്കിതൊന്നും ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ കുറച്ചുകൂടി ഏജ് ആകുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ കഴിച്ച ഫുഡെല്ലാം തന്നെ പിന്നീടുള്ള ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, ആസിഡിറ്റി, പിന്നീട് ഒബേസിറ്റി ഇതിലോട്ടൊക്കെ വരാനായിട്ട് ആ കുഞ്ഞുനാളിലുള്ള ഭക്ഷണ രീതി ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ദിവസം കഴിക്കുന്ന ഫുഡിൽ എത്രത്തോളം നാച്ചുറൽ ഫുഡ് ഉണ്ടെന്ന് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ നാച്ചുറൽ ഫുഡ് ഇല്ല എന്ന് തന്നെ പറയാം. കൂടുതലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ഒരു സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലേ, കൂടുതലും ഇരുന്നിട്ടുള്ള ജോലിയാണ്. അപ്പോൾ എണീറ്റൊന്ന് അതിനിടയിലൊന്ന് നടക്കാൻ പോലും നമ്മൾ കൂടുതലും പേർക്കും മടിയായിരിക്കും. അപ്പോൾ ഒരു വാക്കിംഗ് ഇല്ല, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഇല്ല, യോഗയോ മെഡിറ്റേഷനോ അങ്ങനെ ഒന്നുമില്ല. ജോലി ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, കുറേ സമയം മൊബൈൽ നോക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് വന്നിരിക്കുന്നത്.